ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 11-ാം ഞായർ നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് 2 ഉപമകളിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒന്നാമത് യേശുനാഥൻ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരുവൻ വിത്ത് ഭൂമിയിലേക്ക് ഇട്ട് മുളപ്പിക്കുന്നത് പോലെയാണ്. അത് തഴച്ചു വളരുന്നത് പോലെ ദൈവരാജ്യവും തഴച്ചു വളരും. രണ്ടാമത് പറയുന്നത് വിത്ത് ഒരു കടുകുമണിയെ പോലെയാണ്. അത് ചെറുതാണെങ്കിലും വളർന്നു വലുതായി ആകാശ പക്ഷികൾക്കൊക്കെ ചേക്കേറാൻ തക്ക പാകത്തിന് വലിയ മരമായി മാറും എന്നാണ്. ഈ 2 ഉപമകളും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഉപമകളാണ്. ഈ 2 ഉപമകളും ശിഷ്യന്മാർക്ക് ബലം നൽകുന്നതിന് വേണ്ടി യേശുനാഥൻ പറഞ്ഞ ഉപമകളാണ്. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ്. പ്രത്യേകിച്ച് റോമിലൊക്കെ പീഡനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുവിശേഷം ശിഷ്യന്മാരെ വളരെയധികം ബലപ്പെടുത്തിയതാണ്. കാരണം ശിഷ്യന്മാർ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് പോകുന്നു, പീഡനങ്ങളും സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ ചെറിയൊരു നിരാശയൊക്കെ അവർക്ക് തോന്നിയേക്കാം. അവർ വചനത്തിന് വേണ്ടി ഇത്രയേറെ പാടുപെട്ടിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ പാടുപെട്ടിട്ടും അതിൻ്റെ വളർച്ച അവർക്ക് കാണാൻ സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ യേശുനാഥൻ കൊടുക്കുന്ന ഒരു ഉറപ്പ്, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വചനം പ്രഘോഷിക്കുന്നു അല്ലെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ പ്രഘോഷിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി വേറെ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും അത് വളരും, നിങ്ങൾ പേടിക്കേണ്ട. കാരണം വചനം, ആ ദൈവരാജ്യത്തിൻ്റെ വളർച്ച ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിങ്ങളുടെ മാനുഷികമായ ബലമല്ല, ദൈവകരങ്ങളാണ് അതിന് പിന്നിൽ. അതിനാണ് വളരെ മനോഹരമായ ഈ ഉദാഹരണം യേശുനാഥൻ പറയുന്നത്. ഒരു വയലിൽ വിത്തിടുന്നു, ആ ഇട്ട മനുഷ്യൻ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, പക്ഷേ അത് വളരുകയാണ്. വിത്ത് വളർന്ന് അത് പുഷ്പിച്ച് കായ്കളായി ഫലം തരുന്ന പരുവത്തിലേക്ക് ആവുകയാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയുടെ പിന്നിൽ ആ കൃഷിക്കാരൻ കൂടുതലൊന്നും ചെയ്യണ്ട. അവൻ നിലം ഒരുക്കി വിത്തിടുന്നു, പിന്നെ വളമൊക്കെ ഇടുമായിരിക്കും. പക്ഷേ ഇതിനെ ആഗീരണം ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെടിയോട് കൂടെ ഇരുന്ന് ചെടിയെ കൊണ്ട് ആഗീരണം ചെയ്യിപ്പിക്കുക, അങ്ങനെയൊന്നും ഇദ്ദേഹം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹം അതൊക്കെ ചെയ്യുക, ബാക്കി അദ്ദേഹം പോലും അറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ ചെടി വളരുന്നതും അദ്ദേഹം കൊടുത്ത മണ്ണിൽ ഫലഭൂഷ്ടമാകുന്നതും ഒക്കെ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. അപ്പോൾ അതുപോലെയാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെന്നാണ്. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ദൈവം അതിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ കടുകുമണിയുടെ ഉപമയും വളരെ ചെറുതാണ്. അപ്പോൾ ദൈവരാജ്യം അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായത് ആരംഭിക്കുന്നു, പക്ഷേ പിന്നീട് അത് വളരെ വലുതായി മാറുന്നു എന്നുള്ള ചിന്തയാണ്. കാരണം ഈ കടുകുമണിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സസ്യം അതിനേക്കാൾ എത്രയോ മടങ്ങാണ്. അപ്പോൾ കാണാത്ത രീതിയിൽ അതിൻ്റെ വളർച്ചയിൽ ദൈവം സഹായിക്കുകയാണ്, ദൈവത്തിന്. അപ്പോൾ ഇത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് മാത്രമല്ല, ഓരോ മനുഷ്യനും ദൈവരാജ്യമാണ്, ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ വിത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ആയിക്കൊള്ളട്ടെ, നമ്മുടെ കൂടെയുള്ള ജീവിതം, നമുക്ക് ചിലപ്പോഴെങ്കിലും ആദിയാണ് ജീവിതത്തിൽ, എന്ത് സംഭവിക്കും എന്നറിയില്ല, കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നിൽക്കണം എന്നൊക്കെ ഒരു ആദിയാണ്. പലപ്പോഴും ആ ആദി മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശേഷി, ഞാനില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അതായത് ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വളരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് ഞാൻ പലതും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു ഞാൻ എന്നുള്ളൊരു ബോധം നമുക്ക് ചിലപ്പോഴെങ്കിലും ഉണ്ടാകാം. അതൊരു അഹംബോധമാണ്, ഞാൻ എന്നുള്ളൊരു ഭാവമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തിക്കുമൊക്കെ നമ്മളെ തന്നെ മനസ്സ് സമർപ്പിക്കുന്നത്. പലപ്പോഴും പല മനുഷ്യരും ജീവിതത്തിൽ തോറ്റു പോകുന്നത് ഇങ്ങനെ ദൈവം എന്ന് പറയുന്നൊരു ശക്തി എൻ്റെ ജീവിതത്തെ വളരെ ശക്തിയായി മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള ചിന്തയില്ലാത്തതുകൊണ്ടാണ്, ദൈവാവബോധം ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവത്തോട് ഒരു പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവത്തെ ചാരി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ പിന്നെ ഞാൻ തളരുകയാണ്, ദൈവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെയാണ് ഈ ഉപമ നമ്മളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടു വരുന്ന ശക്തി ദൈവമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നിടത്താണ് ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. കാര്യം എൻ്റെ ശേഷി നഷ്ടപ്പെട്ടു, എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതം തീർന്നു. നമ്മൾ തീരുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ആരംഭിക്കുകയാണ്. ദൈവം നമ്മളെ ശക്തിപ്പെടുത്താൻ തുടങ്ങും. ഇത് ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ദൈവമെന്ന ആ മഹാസ്നേഹമാണ്, വെറും ഒരു ശക്തിയല്ല. അവിടുന്ന് സ്നേഹമാണ്. നമ്മളെ കരുണയോടെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ വിത്തായ ആ ഒരു കടുകുമണി, അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനാവും? പക്ഷേ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വൻമരമായി അനേകായിരം പക്ഷികൾക്ക് ചേക്കേറാൻ തക്ക വിധത്തിൽ ഒരു വൃക്ഷമായി മാറുന്നു എന്നാണ് ഉപമ പറയുന്നത്.
അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം കരുതി വച്ചിരിക്കുന്ന ഒത്തിരി ഒരു ഭാവിയുടെ വളർച്ചയുണ്ട്. അതിന് വേണ്ട കരുത്തും ബലവും നൽകുന്നത് ദൈവം തന്നെയാണ്. അവൻ നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നൊരു ദൈവമല്ല, കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ആ ഒരു അവബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ദൈവമാണ് എൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നത്, ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം. ദൈവത്തോട് ചാരി നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. വളരെ മനോഹരമായ ഒരു സംഭവം ചരിത്രം സാക്ഷ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയ ജോൺ 23 പാപ്പ വളരെ ടെൻഷനിലാണ്. ഇനി സഭ എവിടെ ചെന്നെത്തും, ഈ വലിയൊരു സൂനകദോസ് വിളിച്ചു കൂട്ടി, ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പ്രായമുണ്ടായിരുന്നൊരു പാപ്പയാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടുകൂടി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴും അദ്ദേഹം പാതി മയക്കത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് ജോൺ 23 പാപ്പയോട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് എന്ത് പറ്റി, എന്താണ് നീ ഉറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കും. വളരെ സങ്കടത്തോടെ പാപ്പ തന്നെ ബാധിച്ചിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ സൂനകദോസൊക്കെ വിളിച്ചുകൂട്ടി ഇനി എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല, വളരെ സങ്കടത്തിലാണ്. അപ്പോൾ പാപ്പയോട് പരിശുദ്ധാത്മാവ് ചോദിച്ചൊരു ചോദ്യം, നീയാണോ ഞാനാണോ സഭയെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാപ്പ അതിന് ഉത്തരമായി പറഞ്ഞത്, പരിശുദ്ധാത്മാവ് അങ്ങാണ് സഭയെ നയിക്കുന്നത്, ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അപ്പോൾ നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുക, സഭയെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നീട് അദ്ദേഹം വളരെ സന്തോഷത്തോട് ഈ സൂനകദോസിന് ചുക്കാൻ പിടിച്ചു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കേണ്ടത്, ഞാനല്ല എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത്, ദൈവം എന്ന മഹാശക്തിയും ആ സ്നേഹവുമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. തിരുസഭയായിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തെ ആയിക്കൊള്ളട്ടെ, എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി ദൈവം എന്ന മഹാസ്നേഹമാണ്. അപ്പോൾ അത് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രത്യാശയോടെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം എനിക്ക് കൂട്ടിനുണ്ട്, ചാരി നിൽക്കാൻ എൻ്റെ ദൈവം ബലമായി ഉണ്ട് എന്നുള്ളൊരു കൃപ, ആ ഒരു ബോധ്യം എനിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുദാസ് അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.